നിഫ്റ്റി 50-ൽ 3.05% വെയിറ്റേജ്. FMCGയിൽ രണ്ടാം സ്ഥാനത്ത് 20.22% വെയിറ്റേജ്. 5,29,198 കോടിയിലധികം മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. പറഞ്ഞു വരുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ FMCG കമ്പനികളിലൊന്നായ ഹിന്ദുസ്ഥാൻ യൂണിലീവറിനെ കുറിച്ചാണ്. മാതൃ കമ്പനിയായ യൂണിലീവർ ആഗോളതലത്തിൽ ബിസിനസ് വേർട്ടിക്കൽ വേർതിരിക്കുന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ഐസ്ക്രീം ബിസിനസ് പ്രത്യേക സെപ്പറേറ്റ് ബിസിനസ് ആക്കാനുള്ള പ്ലാനാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം അടുത്ത വർഷം അവസാനത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയെ ബ്രോഡർ റീസ്ട്രക്ചറിംഗ് എന്ന രീതിയിലേക്കാണ് കമ്പനി നോക്കിക്കാണുന്നത്. യൂണിലീവർ തങ്ങളുടെ ഐസ്ക്രീം യൂണിറ്റിനെ കോസ്റ്റ് സേവിംഗ് സ്കീമിന് കീഴിൽ വേർതിരിക്കുന്നതോടെ ഏകദേശം 7,500ഓളം തൊഴിലവസരങ്ങൾ ഇല്ലാതായേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 7.9 ബില്യൺ യൂറോയുടെ ഐസ്ക്രീം യൂണിറ്റ് വേർപെടുത്താനുള്ള തീരുമാനം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവുമാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 800 മില്യൺ യൂറോ ചെലവ് ലാഭിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് ഈ വെട്ടിക്കുറയ്ക്കൽ നടപടി. ഹിന്ദുസ്ഥാൻ യൂണിലീവർ സിംഫണി എന്ന പേരിൽ വളരെ ശക്തമായ ഒരു കോസ്റ്റ് സേവിംഗ് പ്രോഗ്രാം ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. വർഷങ്ങളായി ലാഭവും നഷ്ടവും എല്ലാ ലൈനുകളിലും ഒരു എൻഡ് ടു എൻഡ് ഫോക്കസിലൂടെയുള്ള കൃത്യമായ സമ്പാദ്യം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ സ്കീം വളർച്ചയ്ക്ക് നിർണായകമായി തങ്ങളുടെ ബ്രാൻഡുകൾക്കും ഭാവിയിലെ പ്രൊജക്ടുകൾക്കും പിന്നിൽ മത്സരാധിഷ്ഠിതമായി നിക്ഷേപിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നാണ് മാനേജ്മെന്റ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഒരു പുതിയ ലിസ്റ്റ് ചെയ്ത ബിസിനസ് സൃഷ്ടിക്കുന്നതിന് ഇന്ത്യൻ ഐസ്ക്രീം ബിസിനസ്സിനായി വിവിധ ഓപ്ഷനുകൾ കമ്പനി വിലയിരുത്തുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആഗോളതലത്തിൽ വാൾസ്, മാഗ്നം, ബെൻ ആൻഡ് ജെറീസ് എന്നിവയുൾപ്പെടെ ഈ വിഭാഗത്തിലെ ഏറ്റവും മികച്ച 10 ആഗോള ബ്രാൻഡുകളിൽ 5 യൂണിലീവറിന്റെ ഐസ്ക്രീം ബിസിനസ്സുകളാണ്. ഈ ബ്രാൻഡുകൾ ചേർന്ന് 2023-ൽ യൂണിലീവറിന് 7.9 ബില്യൺ യൂറോയുടെ വിറ്റുവരവാണ് നൽകിയത്. സുപ്രധാനമായ ഈ നീക്കം കമ്പനിക്ക് ഏത് തരത്തിലാകും ഗുണം ചെയ്യുക നോക്കാം. പുതിയ റീസ്ട്രക്ചറിംഗ് കമ്പനിയെ 4 ബിസിനസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. 1. ബ്യൂട്ടി ആൻഡ് വെൽബീയിങ്. 2. പേഴ്സണൽ കെയർ. അടുത്തത് ഹോം കെയർ. 4-മത്തത് ന്യൂട്രീഷൻ എന്നിങ്ങനെ. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ സെഗ്മെന്റഡ് വൈസ് റിസൾട്ട് കാര്യക്ഷമമാകും. ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ കോമ്പറ്റീറ്ററായ നെസ്ലെ മുൻപ് സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ പായ് പാർട്ട്നേഴ്സുമായി ഒരു സംയുക്ത സംരംഭം സ്ഥാപിച്ച് ഐസ്ക്രീം ബിസിനസ് വേർപെടുത്തിയിരുന്നു. അത്തരം പുതിയ ഐഡിയ കോമ്പറ്റീറ്റീവായ മാർക്കറ്റിൽ വീണ്ടും തങ്ങളുടെ സാന്നിധ്യം അരക്കിട്ടുറപ്പിക്കാൻ കെൽപ്പുള്ളതാക്കും. ബെൻ ആൻഡ് ജെറിയുടെ രാഷ്ട്രീയ നിലപാടുകളെ ചൊല്ലി നിരവധി വിവാദങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന യൂണിലീവറിന് ഐസ്ക്രീം യൂണിറ്റ് വേർപെടുത്തുന്നത് അത്തരത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ഒഴിവാക്കുന്നതിലേക്ക് നയിക്കും. ഒപ്പം കമ്പനിയുടെ മാർജിൻ മെച്ചപ്പെടുത്താനും നടപടി സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലീവറിന്റെ ഐസ്ക്രീം ബിസിനസ് അതിന്റെ വരുമാനത്തിന്റെ 25% പ്രതിനിധീകരിക്കുന്ന ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ് വിഭാഗത്തിന് കീഴിലാണ് വരുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലീവർ ഇന്ത്യൻ ഐസ്ക്രീം വിപണിയിൽ 3 ബ്രാൻഡുകളിലാണ് പ്രവർത്തിക്കുന്നത്: മാഗ്നം, ക്വാളിറ്റി വാൾസ്, കോർനെറ്റോ. 2023 സാമ്പത്തിക വർഷത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഹിന്ദുസ്ഥാൻ യൂണിലീവറിന്റെ മൊത്ത വരുമാനം 59,144 കോടിയാണ്. അതിൽ 3% ഐസ്ക്രീം യൂണിറ്റിന്റെ സംഭാവന. ഫുഡ് ആൻഡ് കോഫിക്കൊപ്പം 2023 സാമ്പത്തിക വർഷത്തിൽ ഹിന്ദുസ്ഥാൻ യൂണിലീവറിന്റെ ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ് വെർട്ടിക്കൽ ശക്തമായ റെക്കോർഡ് പ്രകടനത്തിന് ഐസ്ക്രീം ബിസിനസ് സഹായിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. യൂണിലീവറിന്റെ ഐസ്ക്രീം ബിസിനസ്സിന് സവിശേഷമായ ഒരു ബിസിനസ് മോഡലുണ്ട്: കോൾഡ് ചെയിൻ ഗോ ടു മാർക്കറ്റ് ഓപ്പറേറ്റിംഗ് മോഡൽ. സീസണലി മറ്റ് ബിസിനസ് ഡിവിഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിസ്റ്റിങ്ക്ട് ഇന്നൊവേഷൻ റിതം കീപ്പ് ചെയ്യുന്ന ബിസിനസ്സാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരുന്ന മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കമ്പനിയെ സഹായിക്കുകയും ചെയ്യും. ഐസ്ക്രീം വിഭാഗത്തിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഇന്നോവേറ്റീവ് ക്യാമ്പയിനിലൂടെ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് കേന്ദ്രീകരിച്ചും സീസൺ എന്നതിലുപരി എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ഉൾപ്പെടെ പുറത്തിറക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. കമ്പനിയുടെ തന്നെ ക്വാളിറ്റി വാളിന്റെ മൊബൈൽ വെൻഡിംഗ് സംരംഭമായ ഐഎം വാൾസ് ഇന്ത്യയിലുടനീളമുള്ള 12,600 ആളുകൾക്കും 250 ഭിന്നശേഷിക്കാർക്കും സംരംഭകത്വ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. വിപണിയിലെ പ്രകടനം നോക്കിയാൽ 7 പതിറ്റാണ്ടിലേറെയായി വിപണിയിലുള്ള കമ്പനി നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ ഇടം പിടിച്ചതിന് പ്രധാന കാരണം കമ്പനിയുടെ പാരമ്പര്യം തന്നെയാകാം. ഹിന്ദുസ്ഥാൻ യൂണിലീവർ ഓഹരികൾ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ കാര്യമായ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല. 15.48% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. കഴിഞ്ഞ ഒരു വർഷത്തിലും 10.47% ഇടിഞ്ഞപ്പോൾ
ഇന്ന് ഓഹരികളുടെ സെല്ലിംഗ് പ്രഷർ വിപണിയിൽ 52 ആഴ്ചയിലെ താഴ്ന്ന നില രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 2240 രൂപ. ഒപ്പം 52 ആഴ്ചയിലെ ഉയർന്ന നില ജൂലൈ 7, 2023 രേഖപ്പെടുത്തിയ 2769.65 എന്നതുമാണ്. നിലവിലെ കമ്പനിയുടെ അണ്ടർടോൺ ബെയറിഷ് ആണ്. സ്റ്റോക്ക് ഒരു കൺസോളിഡേഷൻ ഫേസിലാണ്. ഇനി ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഹരിയുടെ ആദ്യ സപ്പോർട്ട് 2310.4, രണ്ടാമത്തെ സപ്പോർട്ട് 2286.2, അടുത്ത സപ്പോർട്ട് കടന്നു വരുന്നത് 2270.55 എന്നീ ലെവലുകളിലാണ്. റെസിസ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2350.25, തുടർന്ന് 2365.9, ശേഷം 2390.1 എന്ന സോണുമാണ് ആക്ട് ചെയ്യപ്പെടുന്നത്.